നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എന്നാൽ അഗൈൻ ഞാൻ അനൗൺസ് ചെയ്യുന്നു ദറ്റ് ഫസ്റ്റ് റീഡിങ്സ് എടുക്കുന്നുണ്ട്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഇവിടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഇന്ന് റീഡിംഗ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ചാനൽ മെസ്സേജ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് കുറച്ച് യൂണിവേഴ്സിൻ്റെ മെസ്സേജസും നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മെസ്സേജസ് മാത്രമാണ് എടുക്കുന്നത്. സോ നമുക്ക് 2 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ പൈൽ 1 റോസ് കോട്ട്സിൻ്റെ റോസ് ആണിത്. ഓക്കെ, ഒരു റോസ് പൂ ആണ്, റോസ് കോട്ട്സിൻ്റെ ആണ്, പിങ്ക് കളർ. ഓക്കെ, അതേപോലെ തന്നെ ഇത് റോസ് കോട്ട്സിൻ്റെ ഏഞ്ചൽ ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് നോക്കാം. റോസ് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. പൈൽ 1, പൈൽ 2 നമ്മൾ റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, സോ പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. റോസ് കോട്ട്സ് റോസ് ചൂസ് ചെയ്തവർക്ക് ആദ്യം നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് കിട്ടുന്ന മെസ്സേജസ് എന്താണ് യൂണിവേഴ്സിൻ്റെ? യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്. ഡിഫറെൻറ്റ് പാർട്സ്, റിക്കൺസിലിയേഷൻ, ലെറ്റിംഗ് ഗോ. ഓക്കെ, ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത്, ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരല്പം ഡിഫറെൻ്റ് ആണ് എന്ന രീതിയിലാണ് ഈ ബന്ധത്തിൽ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ എന്ന് വെച്ചാൽ സ്നേഹമില്ല എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഓക്കെ, രണ്ടുപേരും നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരാൾക്ക് വേണ്ടത് മാരേജാണ്, വേറൊരാൾക്ക് വേണ്ടത് മാരേജിന് റെഡി ആയിരിക്കില്ല. ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത്, യു ആർ നോട്ട് ഓൺ ദ സെയിം പേജ് വിത്ത് ദ പേഴ്സൺ യു ഹാവ് ഇൻ മൈൻഡ്. ദ ഡയറക്ഷൻസ് യു വോണ്ട് ടു മൂവ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ജോലി കിട്ടിയിട്ട് മതി എന്ന രീതിയിൽ, സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ജോലി കിട്ടിയിട്ട് മതി എന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലവർക്ക് ഓൾറെഡി ലൈക്ക് വേറെ എന്തെങ്കിലും ഓബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്ന രീതിക്കായിരിക്കാം. സോ എന്തായാലും രണ്ടുപേരും 2 തരത്തിലാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന രീതിയിൽ. സോ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇവിടെ മെയിനായിട്ട്. ആൻഡ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നുണ്ട്. ഇഫ് സമ്മൺ ലീവ് യു കൺഫ്യൂസ്ഡ് മോർ ദാൻ കംഫർട്ടഡ്, യു നീഡ് ടു റീഅസസ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല, ദാറ്റ് പേഴ്സൺ എന്താണ് വേണ്ടത് ഈ ബന്ധത്തിൽ എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു റിലീസ് ചെയ്ത് കളയാനാണ്. ടോട്ടലി വിട്ട് കളയുന്ന രീതിയിലല്ല, ബട്ട് ആക്സസ് എന്നാണ് പറയുന്നത്. റീഅസസ് ദെയർ ആക്സസ് ടു യു എന്നാണ്. അതായത് നിങ്ങൾ അതിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എത്രത്തോളം നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടതല്ല പേഴ്സണിന് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട് എന്നാണ്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലാക്കി, നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് വേണ്ടത് അവിടെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബൗണ്ടറി വെക്കാൻ പഠിക്കണം എന്ന രീതിയിലാണ്. നമുക്ക് എവിടെ എപ്പോഴും എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്നുണ്ടാവും, അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ തമ്മിൽ ഏത് റിലേഷൻഷിപ്പ്, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി. സോ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ അല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം അകൽച്ച നിങ്ങൾ വെക്കുന്നത്, ഒരു അകൽച്ച വെക്കാൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കാനാണ് പറയുന്നത്. ചേസ് ചെയ്യേണ്ട, കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യേണ്ട, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കേണ്ട. നിങ്ങളൊരു ലേശം നിങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങുക എന്നാണ്. ഇവിടെ റീകൺസിലേഷൻ ഉണ്ട്. സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് വിൽ ബി റിട്ടേണിങ് ടു യുവർ ലൈഫ് എന്ന് പറയുന്നുണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആരെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തി എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. സോ വേറെ ഏതെങ്കിലും വ്യക്തികൾ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കാം, അവർ തിരിച്ചു വരുന്നുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അവരും തിരിച്ചു വരുന്നതായിട്ട് ഒരു ഫ്യൂച്ചർ നമുക്ക് പറയുന്നുണ്ട്. ബട്ട് അതുവരെ നിങ്ങളോട് തൽക്കാലം ആ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ലേശം ഡിസ്റ്റൻസ് വെക്കുക, ഒന്ന് ബാക്ക് ആവുക. ഓക്കെ, വീണ്ടും റീകൺസിലേഷനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ. ബട്ട് അതിന് നിങ്ങൾ ലേശം, നമ്മൾ പറയില്ല, ഒരു സ്പേസ് കൊടുക്കുക, ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ആ പേഴ്സണെ തരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫൈൻഡിങ് മൈസെൽഫ്. ഇറ്റ് വാസ് time I went within to find myself again. I need to figure out what I want out of life. I need space. Okay, let the past go. Letting go, let the past go. രണ്ടും ഒരേപോലെയാണല്ലോ പറയുന്നത്. Okay, let's see. ഒരു കാര്യം കൂടി, something to say. Okay, ഇവിടെ പറയുന്നത് പേഴ്സണും ഒരു അകൽച്ച വെക്കുന്നുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങളോടും ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അവർക്ക് ഇത്തിരി സ്പേസ് കൊടുക്കൂ, കാര്യങ്ങൾ അവരും ഒന്ന് ചിന്തിക്കട്ടെ. ഓക്കെ, നിങ്ങൾ തമ്മിലൊന്ന് വിട്ട് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാം അതായത് ഈ ബന്ധം വേണോ വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുക. സോ പേഴ്സൺ അതിനുള്ള സ്പേസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആ സ്പേസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ ലെറ്റ് ദ പാസ് ഗോ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളോട് ക്യാൻ വി റിവൈൻഡ് ടൈം ആൻഡ് ഗോ ബാക്ക് ടു
ബിഫോർ വി വർ ബോത്ത് ബ്രോക്കൺ ഡൗൺ ബൈ ലൈഫ്, അവർ പാസ്റ്റ് ഹോൾഡേഴ്സ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ്റെ ഒരു എനർജി ആണിതിൽ. ഓക്കെ, പേഴ്സൺ പറയുന്നത് നമുക്ക് ഒന്ന് പാസ്റ്റിനെയൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത്, ഓക്കെ, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാനുമായിരിക്കാം. ഓക്കെ, സോ ഇവിടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ എല്ലാം മറന്ന് വീണ്ടും ഒന്നിക്കാൻ പറ്റുമോ എന്ന രീതിക്ക് ഒരു ചിന്തയാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ഒന്നിച്ചാവാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ലൈഫ് നമ്മൾ പറയില്ലേ, അവർ പറയുന്നത് വി വർ ബ്രോക്കൺ ഡൗൺ ബൈ ലൈഫ് എന്നാണ് പറയുന്നത്. സോ ലൈഫിൻ്റെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങൾ. അതിപ്പോൾ ഞാൻ എന്ത് ടൈപ്പ് റിലേഷൻ എന്ന് പറയുന്നില്ല, ഓക്കെ, എന്തോ ആവാം ഇവിടെ. സോ ഇവിടെ അവർ പറയുന്നത് നമുക്ക് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന രീതിയിൽ അവരൊരു മനസ്സിൽ ചിന്തയുണ്ട്. സോ എനിവേ റീകൺസിലേഷൻ്റെ ഒരു എനർജിയാണ് വരുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട്, തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. സംതിങ് ടു സ്റ്റേ, സംതിങ് ഐ റിയലി വോണ്ട് ടു ഷെയർ വിത്ത് യു, ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു ടെൽ യു. അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ലൈക്ക് അവർക്ക് അതിനുള്ള ഒരു സമയം അവർ വെയിറ്റ് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. എങ്ങനെയെങ്കിലും നിങ്ങളോട് ചില കാര്യങ്ങൾ അവർക്ക് പറയണം എന്നുണ്ട്. വെൻ ഐ തിങ്ക് അബൌട്ട് യു ഐ ക്രൈ എന്നുണ്ട്. ആൻഡ് ഐ വിൽ ഗോയിങ് ടു കോൺടാക്ട് യു സൂൺ എന്നുണ്ട്. ഇതൊരു കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് വരുന്നത്. അതായത് അവർക്ക് റീകൺസിലേഷൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിലാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച ഇല്ല, ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട്, ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആവാൻ പറ്റും എന്നാണ് ഇവിടുത്തെ എനർജി വരുന്നത്. ഓക്കെ, സോ പോസിറ്റീവായിട്ട് ഇരിക്കും നിങ്ങൾ. പക്ഷേ എന്താണ്, ടൈറ്റായിട്ട് ഇതിനെ മുറുകെ പിടിച്ച് വെക്കാൻ ശ്രമിക്കേണ്ട. ഓക്കെ, കുറച്ചൊന്ന് ലെറ്റ് ഗോ ചെയ്യാം, കുറച്ചൊരു സ്പേസ് എടുക്കുക, നിങ്ങളും സ്പേസ് എടുക്കുക, അവരും സ്പേസ് എടുക്കട്ടെ. ഓക്കെ, രണ്ടുപേരും ഒന്ന് ചിന്തിച്ച്, ഓക്കെ, എന്താണ് വേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർക്ക് തരാൻ സാധിക്കുമോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ പൈൽ 2ലേക്ക് പോകാം നമുക്ക്. പൈൽ 2 നമ്മുടെ ഏഞ്ചൽ, റോസ് കോട്ട്സ് ഏഞ്ചൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്. ഓക്കെ, ആദ്യം ഇവിടെ യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഇവിടെ യൂണിവേഴ്സ് എന്താണ് മെസ്സേജ് തരുന്നത്? ആക്ഷൻ സ്പീക്ക് ലൗഡർ ദൻ വേർഡ്സ്, പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, എന്താണെന്നൊക്കെ ഇങ്ങനെ വരുന്ന പേഷ്യൻസ്. ഓക്കെ, ബി ഒപ്റ്റിമിസ്റ്റിക് ഉണ്ട്. കീപ്പ് ഇൻ മൈൻഡ് ദറ്റ് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി, യു കാൺട്ട് അട്രാക്ട് ലവ് വിത്ത് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഓക്കെ, നിങ്ങളോടൊന്ന് പോസിറ്റീവ് ആവാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങളുടെ മനസ്സിലായി ഒരുപാട് നെഗറ്റിവിറ്റി കയറി വരുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരാം. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദൻ വേർഡ്സ് പറയുന്നത്. ഇഫ് യു വോണ്ട് ടു നോ വാട്ട് സമൺ ഇസ് ഫീലിംഗ്, വാച്ച് വാട്ട് ദേ ആർ ഡൂയിങ് എന്നാണ് പറയുന്നത്. സി അവർ നമ്മളെപ്പോഴും പറയും വാക്കുകൾ കൊണ്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കും, ശരിയാണ്. ഓക്കെ, ആ ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ വാക്കുകൾ കൊണ്ട് കേൾക്കാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാക്കുകളെക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആക്ഷൻസ് ആണ് എന്നാണ്. ഓക്കെ, അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്, നിങ്ങളോട് ചിലവർ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതല്ല, ചിലവരുടെ പ്രവൃത്തികൾ എന്നായിരിക്കും നമുക്ക് മനസ്സിലാവുക അവർക്ക് എത്രത്തോളം നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളത്. സോ അതിനെ വാച്ച് ചെയ്യാനാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കി ചിലത് അവർ ചെയ്യും. ഓക്കെ, അതാണ് നിങ്ങൾ വാച്ച് ചെയ്യാൻ പറയുന്നത്. ഇതിപ്പോൾ റെഗുലറായിട്ട് വിളിക്കൽ, മെസ്സേജ് ചെയ്യൽ, ഇതൊന്നും ആവണമെന്നില്ല. ഓക്കെ, വേറെ ചില കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. നിങ്ങളെ ഏതെങ്കിലും തരത്തിലേക്ക് സൈലൻ്റ് ആയിട്ടുള്ള ചില കെയർ കാണിക്കലുണ്ടാവും. അത് നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ വാക്കുകളിലല്ല അവരുടെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അവർക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവും. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്, ലവിങ് യുവർ സെൽഫ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. സോ നിങ്ങളോട് അഗെയിൻ ഇവിടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എപ്പോഴും വരുന്നൊരു പോയിൻ്റാണിത്. നിങ്ങളെപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അവരെ അതിനു വേണ്ടി നിങ്ങൾ പലതും ചെയ്തു കൊടുക്കുക. അവരെ വിളിക്കുക, മെസ്സേജ് ചെയ്യുക, കൺസേൺ കാണിക്കുക, അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക, എന്താഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓവറായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം വയ്ക്കൂ എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കൂ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തിരിയൂ. ആ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു പരിധി വരെയൊക്കെ ചെയ്യാം. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, ബട്ട് നോട്ട് ലൈക്ക് ഓവർ ഡൂ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. എൻ്റെ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ പ്രയോറിറ്റി കൊടുത്താൽ അവർക്ക് തോന്നും ഞാൻ അവരെ ഇഗ്നോർ ചെയ്യുന്നു എന്ന്. അപ്പോൾ ഞാൻ എന്നെ അവർക്ക് വേണ്ടാതെയാവും, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് നിങ്ങളുടെ ചിന്ത പോകുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ, ആ കോൺഫിഡൻസോടെ നിങ്ങൾ ബിഹേവ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇതും വരുന്നിട്ട് അവർ എൻ്റെ തന്നെയാണ്.
ഓക്കെ, ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിധിക്കപ്പുറം ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ മറന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്കത് മനസ്സിലാവും എന്ന രീതിയിൽ ആ കോൺഫിഡൻസ് കൂടി നിങ്ങളുടെ ഉള്ളിൽ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലെല്ലാം ആ ഒരു ഭാവമാറ്റം, ശരിക്കും ഒരു മാറ്റം ഉണ്ടാവും എന്തായാലും. ആ കോൺഫിഡൻസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതുകൂടി ആക്ച്വലി അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ ശരിക്കും നമ്മൾ ഇമോഷണൽ ആവുക, ഒരുപാട് ഇമോഷണൽ ആവുക, ഒരുപാട് അവരെ ചേസ് ചെയ്യാൻ പോവുക ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വില പോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളൊരു അകൽച്ച വെച്ച് നിന്ന് നോക്കൂ, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ളത് നിങ്ങൾ കാണും. അതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസ് പറയുന്നത്. സംതിങ് സ്റ്റിൽ നീഡ് ടു ബി ഡെൽറ്റ് വിത്ത് ഫോർ ദിസ് കണക്ഷൻ ടു മാനിഫെസ്റ്റ്. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ എപ്പോഴും ക്ലിയർ ആവാൻ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള സമയം ആവശ്യമാണ്, അത് യൂണിവേഴ്സാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരാനുള്ള സമയമെടുക്കും. നിങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം. സോ ലൈഫ് തന്നെ നമ്മൾ പറയില്ല, ചില കാര്യങ്ങൾ അറേഞ്ച് ആയിട്ട് വരാനുണ്ട്, അതിനുള്ള സമയമെടുക്കും. യൂണിവേഴ്സായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഈ കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. അതിന് ഒരു സമയം യൂണിവേഴ്സിന് കൊടുക്കാം. ഓക്കെ, എല്ലാം ഒന്ന് അറേഞ്ച് ആയിട്ട് വരാൻ. ഓക്കെ, സോ ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാം, ധൃതി കൂട്ടരുത് എന്നാണ്. ഓക്കെ, സംതിങ് ടു സേ നേരത്തെ വന്നിരുന്നു. ദാറ്റ്സ് ഫൈൻ, ഇത്രയും ഷഫിൾ ചെയ്തിട്ട്. ഓക്കെ, ഇമോഷണൽ ഇൻറ്റിമസി നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, അഗൈൻ പേഷ്യൻസ്. ഓക്കെ, മൈ ഫാൻറ്റസി എന്ന് കാണുന്നുണ്ട്. യു ആർ മൈ ഫാൻറ്റസി, ഐ ഹാവ് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് സേവ്ഡ് ഓഫ് യു ആൻഡ് യൂസ് ദം ഫോർ ഇൻസ്പിറേഷൻ, ഐ വാണ്ട് യു. ഓക്കെ, സോറി, ഇത് ലേശം ഓക്കെ, ഇതൊരു ലേശം കുറച്ചുകൂടി നമ്മൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ നിന്നാണ്. നിങ്ങളെ ഫോട്ടോസൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട്. ഓക്കെ, അത് അവർക്ക് എന്താ പറയുക, വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ അവർ സേവ് ചെയ്തെടുത്ത് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. അവർ ചെയ്യുന്നുണ്ട്, അതൊക്കെ സീക്രട്ട് ആയിട്ടാണെന്ന് മാത്രം, നിങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രം. ആൻഡ് ഇവിടെ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നു. സോ ഐ എം അഫ്രെയ്ഡ് ടു ട്രൂലി ഓപ്പൺ അപ്പ് ടു യു, ബീങ് റോ ആൻഡ് ഒത്തൻറ്റിക് വിത്ത് മൈ ഇമോഷൻസ് ഇസ് സംതിങ് ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ. അവർക്ക് അഗൈൻ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വാക്കുകളല്ല പ്രവൃത്തികൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. അതേ കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇമോഷണലി അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്ന് വരില്ല. എന്നിട്ട് നിങ്ങൾ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് അങ്ങനെ ഇമോഷണലായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവർക്ക് അത്രയ്ക്ക് കഴിയാത്ത വ്യക്തികളാണ്. ചിലവർ അങ്ങനെയുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പോൾ മേ ബി ചിലപ്പോൾ അവരുടെ ഏറ്റവും ലൈക്ക് ഇന്നർ മോസ്റ്റ് നമ്മൾ പറയില്ലേ സീക്രട്ട്, അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് അവരുടെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് വരും. അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് വരും. അത് മറ്റുള്ളവരോട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ മറ്റുള്ളവരോട് പോലും ഷെയർ ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ പറയില്ലേ വീടെത്തിയിട്ട് മെസ്സേജ് ഇട് എന്ന് പറയും ചിലവർ. ഓക്കെ, അതിൻ്റെ അർത്ഥം അതൊരു തരത്തിലൊരു കെയർ കാണിക്കലാണ് അല്ലേ. സോ അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അവരെ നോട്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ പറയില്ല, എനിക്ക് നീ സേഫായി എത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമാണെന്ന് ചിലപ്പോൾ പറയില്ല. ബട്ട് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിക്കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ ആ കെയർ കൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ സംതിങ് ടു സേവ് ഫസ്റ്റ് പൈലും വന്നിരുന്നു. സോ അവർക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു ടെൽ യു എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ അവരൊരു സമയം, കറക്റ്റ് ഒരു സമയത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ട് എന്നാണ് അർത്ഥം. ആൻഡ് ഇവിടെ നോട്ട് ദ റൈറ്റ് ടൈമും വന്നു. സോ ഇതിലും റൈറ്റ് ടൈം ഉണ്ടായിരുന്നു, ഇവിടെയും റൈറ്റ് ടൈം ഉണ്ട്. സോ പറയുന്നത് നിങ്ങളുടെ സമയം. ആൻഡ് ഇവിടെയും ക്ഷമയുടെ കാര്യം ഉണ്ടായിരുന്നു. സോ യൂണിവേഴ്സ് പറയുന്നത് ചില കാര്യങ്ങൾ എന്തൊക്കെയോ അറേഞ്ച് ആയിട്ട് വരാനുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ. അതെന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ എം ഓവർവെൽംഡ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ്, ഐ ഡോണ്ട് ഹാവ് ദ ടൈം ഓർ എനർജി ഫോർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ അവർ ഇതൊന്നും ഡീൽ ചെയ്യാനുള്ള ഒരു എനർജിയിലല്ല. ഓക്കെ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഇത് ഡീൽ ചെയ്യാനുള്ള ഒരു എനർജി അവർക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവർ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ അവർക്ക് ശരിക്കും ഒരു റൊമാൻറ്റിക് ആവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമയം തരാനോ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റൈറ്റ് ടൈമിൻ്റെ കാര്യം ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാനൊക്കെ ഉണ്ട്. മേ ബി ഇമോഷൻസ് ആയിരിക്കാം, മേ ബി അവർ ഫീലിങ്സിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ അതിന് റൈറ്റ് ടൈം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുകൂടി ഒന്ന് വേണമെങ്കിൽ എടുക്കാം, ഒരു കാർഡ് കൂടി. would you pack a bag and meet me in Hawaii? I just want to get away from the world and be alone with you. ഓക്കെ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കൊന്ന് ഒളിച്ചോടിയാലോ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം വിട്ട് കളഞ്ഞ് ഈ ബാക്കി ലോകത്തിനെ മുഴുവൻ മറന്നിട്ട് നമുക്കൊന്ന് ഒളിച്ചോടി എവിടെയെങ്കിലും പോയാലോ. ഓക്കെ, നമുക്ക് അലോണായിട്ട് നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ യെസ്, അതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് ഇവിടെ ആക്ച്വലി ഈ പൈലുകാർക്ക് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. ആൻഡ്
മാത്രമല്ല അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു അറ്റൻഷനോ കെയറോ ഒന്നും തരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ ഈ പയലുകാർക്കുള്ള പ്രോബ്ലം. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ അതവർക്ക് ചിലവർ തുറന്നു പറയൂല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഓക്കെ, മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ കുറച്ച് നിങ്ങളോട് പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് യൂണിവേഴ്സും പറഞ്ഞത്. പോസിറ്റീവായിട്ട് ഇരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ എന്നാണ്. ഓക്കെ, സോ ഇതാണ് പൈൽ 2 പേർക്ക് വന്നത്. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.